ടോണി അച്ചായൻ, അച്ചായൻസ് ഗോൾഡ്, ടോണി അച്ചായൻ, ദ ചാരിറ്റി നന്മമരം. അച്ചായൻ്റെ റിപ്ലൈ വന്നിട്ടുണ്ട്, എനിക്കുള്ള റിപ്ലൈ ആണ്. അപ്പോൾ ആസ് യൂഷ്വൽ ടോണി അച്ചായൻ അയാൾ പോകുന്ന പ്രോഗ്രാം കവർ ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയയിലെ ഓൺലൈൻ മീഡിയ ചാനൽസിനെ ഇന്നലെ അവിടെ വിളിച്ചു കൊണ്ടുവന്ന് ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ അയാൾ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ്. മക്കളെ പ്രതികരിച്ചിരിക്കുകയാണ്. ഈ ഓൺലൈൻ ചാനൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇന്നായിട്ട് നല്ല കണക്ഷനുള്ള ഓൺലൈൻ ചാനൽസാണ് ഇപ്പോൾ ഇവിടെ മലയാളത്തിലുള്ള എല്ലാവരും, മോസ്റ്റ്ലി എല്ലാവരും. അതിൽ തന്നെ മില്യൺ അടിച്ച പേജുകളൊക്കെ ആയിട്ട് ഞാൻ നല്ല ബന്ധമാണ്. അപ്പോൾ നമ്മളെ തേക്കാൻ വേണ്ടി നിങ്ങൾ ഇരട്ടി കാശ് കൊടുത്ത് പോകാരെ വിളിക്കുമ്പോൾ ഇവർ നമ്മളോട് പറയാതെ നിങ്ങളുടെ അടുത്ത് എത്തും എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടോ അച്ചായ? തോന്നൽ വേണ്ട. എന്താണെങ്കിലും ഞാൻ അവരോട് നിങ്ങൾ കാശ് മേടിച്ച് നല്ല പണിയെടുക്കണം, എൻ്റെ മുഖം എല്ലായിടത്തും വെക്കണം, അച്ചായൻ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. നിങ്ങൾക്ക് കാശ് കിട്ടുന്ന പരിപാടിയാണല്ലോ, ഡബിൾ കാശല്ലേ. അപ്പോൾ കാശൊക്കെ കൊടുത്ത് സെൽഫ് പിയറിങ് ഇങ്ങനെ നടക്കട്ടെ എന്ന് ഞാനും വേണ്ടി വിചാരിച്ചു. കാരണം ഇത് പുറത്ത് വന്നാലല്ലേ എനിക്കിതിനൊരു റിപ്ലൈ തരാൻ പറ്റൂ അച്ചായ. അപ്പോൾ ടോണി അച്ചായൻ്റെ എനിക്കുള്ള മറുപടി, ആ മറുപടി വീഡിയോയിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ തുടങ്ങാം. ഈ വീഡിയോയിലും അച്ചായൻ ചെയ്ത ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ചോദിച്ച ചോദ്യത്തിന് അച്ചായൻ ഇന്നലെ എനിക്ക് റിപ്ലൈ തന്നിട്ടില്ല. ലൈഫ് മിഷൻ പദ്ധതിയിൽ കിട്ടിയ വീട്, ആ വീട് നിങ്ങൾ കാശ് മുടക്കി പണിതു എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങൾ കാശ് മുടക്കി കാണും, എല്ലാം ചെയ്തു കാണും. പക്ഷേ ഇന്നലെ സംസാരിച്ചപ്പോഴും ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഞാനും കൂടി സഹായിച്ച് വീട് വെച്ചു എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല അച്ചായ എന്നുള്ളൊരു ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. ലൈഫ് മിഷന്റെ ഭാഗമായിട്ടാണ് കിട്ടിയത്, അച്ചായൻ ചെയ്ത് കൊടുത്തല്ലെന്ന് ആരാന്ന് എനിക്ക് അറിയില്ല. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അന്വേഷിക്കാൻ പോയില്ല. അതായത് ആരാന്നറിയില്ല, ഏതോ ഒരാളിങ്ങനെ പറഞ്ഞു, അതിനെക്കുറിച്ച് അച്ചായനൊന്നും അന്വേഷിക്കാൻ പോയില്ല. അച്ചായ കല്ല് വെച്ച നുണ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പൊട്ടനാണോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ? അത് ജനങ്ങൾ തിരിച്ചറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ വെക്കുന്നത്. അച്ചായൻ ഇത് ഈ ആരോപണം ഉന്നയിച്ചത് ആരാന്ന് അറിയണ്ട. ഞാൻ ആരാന്ന് അച്ചായനെ അറിയണമെന്ന് എനിക്കൊരു നിർബന്ധവും ഇല്ല. മനസ്സിലായോ? ഞാൻ അങ്ങനെ ഒരാളെ അറിയിക്കാൻ വേണ്ടി വീഡിയോ ചെയ്യുന്നൊരു മനുഷ്യനൊന്നുമല്ല. അച്ചായൻ എന്നെ അറിയില്ല, അച്ചായൻ എന്നെ കണ്ടിട്ടില്ല, അച്ചായൻ ഇത് ആരോ എവിടെയോ എന്തോ പറഞ്ഞു എന്നുള്ളൊരു മൂഡിലാണ് അച്ചായൻ വന്ന് ഇവിടെ സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് വയ്ക്കാം. ഓക്കെ, ഈ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾ കാണുന്നത് ടോണി അച്ചായൻസ് ഗോൾഡ് കോട്ടയം ബ്ലൂടിക്ക് ഉള്ള അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഇന്നലെ വന്ന മെസ്സേജാണ്. ആരാന്നൊന്നും അച്ചായൻ അറിയാൻ പാടില്ല, അച്ചായൻ ഇങ്ങനെയാണ്, കണ്ണ് കണ്ടവരോടൊക്കെ കയറി എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അച്ചായൻ്റെ ഒരു നല്ല മനസ്സ് നിങ്ങൾ കാണണേ. അപ്പോൾ ചാറ്റിലൂടെ നമുക്ക് പോവാം. അച്ചായൻസ് ഗോൾഡിലെ അച്ചായൻ എനിക്ക് മെസ്സേജ് അയച്ചാണ്. ഹായ്, നിങ്ങൾ ആ വീട്ടുകാരോട് അന്വേഷിച്ചു ഇരുന്നോ അച്ചായൻ അവർക്ക് എന്ത് നൽകിയെന്ന്? ഞാനുണ്ട്. അതായത് അച്ചായൻ അവർക്ക് എന്ത് നൽകി എന്നുള്ളത് ഞാൻ ആ വീട്ടുകാരോട് പോയി ചോദിക്കണമെന്ന്. ഞാൻ ആ വീട്ടിലേക്ക് പോയ രജനീഷ് ബ്രോയോട് ചോദിച്ചു. അൽഫുഡി സൂരജിൻ്റെ ബ്രദർ എന്ന് പറഞ്ഞൊരു വ്യക്തിനെ ഫോൺ വിളിച്ച് അദ്ദേഹത്തിനായിട്ട് സംസാരിച്ചു. ആ വീട്ടുകാരുടെ അടുത്ത് ഞാൻ എന്തുകൊണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരോട് എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം അവർ ഈ നിവർത്തികേട് കൊണ്ട് മാത്രം ലൈഫിൽ ഇതേപോലെ എല്ലാവരുടെയും മുന്നിൽ വന്ന് കൈ നീട്ടുന്ന ആൾക്കാരാണ്. അവരെ മുതലെടുത്തവൻ്റെ അടുത്താണ് ഞാൻ ചോദിക്കേണ്ടത്. മനസ്സിലായ? എന്തിനീ മുതലെടുപ്പ് നടത്തി എന്നുള്ളത് അതിന് എനിക്ക് ഉത്തരവില്ല. അപ്പോഴത്തേക്കും താൻ അവരോട് ചോദിച്ചു. തൻ്റെ കയ്യിൽ അതിന് ഉത്തരം ഉണ്ടെങ്കിൽ താൻ തരണ്ടേ? അത് തരാൻ വേണ്ടിയിട്ടാണ് എന്നോട് ചോദ്യം ചോദിച്ചത്. ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തു. അച്ചായൻ എന്തു നൽകിയാലും അച്ചായൻ ഗവൺമെൻറ് പ്രൊജക്റ്റിൽ ക്യാഷ് ഇട്ടു, അത് പറയാതെ അച്ചായൻ നൽകി എന്ന് പറയുന്നതാണോ അച്ചായ മാന്യത എന്ന് ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചു. അപ്പോൾ എന്നെ കരഞ്ഞു വിളിച്ചാണ് അവരുടെ അവസ്ഥ കണ്ട് അവിടെ പോയത്. ഓക്കെ, ഇത് നിങ്ങൾ ആലോചിക്കണം. അച്ചായൻ എന്ന് സ്വയം ഇയാളെ വിളിക്കുന്ന ആളാണ്. ഈ മെസ്സേജിനകത്ത് ഇയാൾ പറയുന്നത് എന്നെ കരഞ്ഞു വിളിച്ചിട്ടാണ് അവരുടെ അവസ്ഥ കണ്ട് ഞാൻ പോയത്. എന്നെ, അതായത് മെസ്സേജ് അയക്കുമ്പോൾ ഞാനിപ്പോൾ വേറൊരാൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പോയി, എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ എന്നെ തന്നെ എന്നെയാണല്ലോ പറയുക. ഇതിനൊരു കാരണമുണ്ട്, അതാണ് ഞാൻ സ്ട്രെസ് ചെയ്ത് എൻ്റെ തുടക്കത്തിൽ ഇത് പറയുന്നത്. തറ മാത്രം കെട്ടിയ നിലയിലെ വീട് അവർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കില്ല, മരിക്കുന്നതിന് മുന്നേ ഒരു വീട് വേണം എന്ന് പറഞ്ഞു. ഞാൻ റിപ്ലൈ കൊടുത്തത് കുറച്ച് മാന്യത ഉണ്ടെങ്കിൽ അത് പറയാം മാൻ. ഇൻ വീഡിയോ താൻ ലൈഫിൽ വന്ന ഹൗസിന് സഹായിച്ചു എന്ന്, അതല്ലേ ഒരു മാന്യത? ഞാൻ എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്.
അച്ചായൻ ചെയ്തത് വലിയ എന്തോ ഒരു വിഷയമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അത് വിഷയമാവുന്ന എപ്പോഴാ? ലൈഫ് പദ്ധതിയിൽ, സർക്കാർ പദ്ധതിയിൽ ഒരു വീട് പൂർത്തീകരിക്കാൻ താൻ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് ചെയ്തൊരു വീടിന് ഞാനും കൂടി ഒപ്പം നിന്ന് അത് പൂർത്തീകരിച്ചു എന്ന് പറയുന്നതാണ് മാന്യത. ഈ ലൈഫ് മിഷൻ പദ്ധതി ഇപ്പൊ പലരും, ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ അതിനിടയിൽ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്നുണ്ട്, നീ കാറിലിരിക്കില്ലേ, നീ എന്ത് ചെയ്തു, നിന്നെ പോലുള്ളവർ എന്ത് ചെയ്തു? ഈ നാട്ടിൽ ഓരോരുത്തരും ചെയ്യുന്നുണ്ട്. ഒരു മൊട്ടുസൂചി വാങ്ങിയാലടക്കം നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്. നമ്മളെ ടാക്സ് അടച്ച പൈസ ഖജനാവ് പോയി, അതിന്നാണ് ഗവൺമെന്റ് ഇങ്ങനത്തെ പ്രൊജക്ടുകൾ ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി നമ്മുടെ പൈസ വെച്ചിട്ട് തന്നെയാണ് ഗവൺമെന്റ് ഈ പാവപ്പെട്ടവർക്ക് ഇത്രയും കാര്യം ചെയ്തു കൊടുക്കുന്നത്. സോ അതുകൊണ്ട് കേരളത്തിലെ ഓരോ വ്യക്തിയും, ജനിച്ചതും ജനിക്കാൻ പോണതും മരിച്ചതുമായിട്ടുള്ള ഓരോ വ്യക്തികളും അവർ ചാരിറ്റി ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ? പിന്നെ ഇവനെ പോലുള്ള റീച്ചോളികൾ ഇറങ്ങി വന്ന് ചെയ്യണ്ടെന്ന് തന്നെ പറഞ്ഞു. അച്ചായനോട് ഞാൻ അങ്ങനെ തന്നെ മെസ്സേജ് അയച്ചത്, നിങ്ങൾ ഈ സ്ക്രീൻഷോട്ടിൽ നോക്കും. ഉടായ്പാണെങ്കിൽ ചെയ്യണ്ട, എന്തിനാ ചെയ്തിട്ട് ഇത്രയും ഉടായ്പ കാണിച്ചിട്ട് പിന്നെ നന്മമരം കളിച്ച് ചെയ്തിട്ട് കാര്യമുണ്ടോ? അത് മാത്രമല്ല, ഞാൻ ഈ BGM ഇട്ട ആൾക്കാർക്ക് ഈ വീഡിയോ ചെയ്ത് വെക്കുന്ന പരിപാടിക്കൊക്കെ ഞാൻ കൃത്യമായി ചോദ്യം ചെയ്തു ഇവിടെ. അപ്പം എനിക്ക് വന്ന മെസ്സേജാണ്, അതാണ് പറഞ്ഞത്. പലർക്കും പല ആവശ്യങ്ങളായിരിക്കും. കാലുമേലാത്ത ഒരു അച്ഛൻ കയറിക്കിടക്കാൻ വീടില്ല എന്ന് വന്ന് പറയുമ്പോൾ അത് ചെയ്തു കൊടുത്തതാണോ തെറ്റ്? അത് ചെയ്തു കൊടുത്തതല്ല തെറ്റ്. ഞാൻ എവിടെയും അത് ചെയ്തു കൊടുത്തത് തെറ്റാണ് എന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞത് എന്താ, അച്ചായൻ എന്ന് പറഞ്ഞ വ്യക്തി അത് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് പ്രൊജക്ടിന്റെ ഭാഗമായി വന്ന ലൈഫ് മിഷൻ വീടിന് ഞാൻ സഹായിച്ചു എന്ന് പറയണം. അതാണ് മാന്യത. അല്ലാതെ സ്വന്തം ക്രെഡിറ്റ് ബുക്കിലേക്ക് എടുത്തു വെച്ച് ഞാൻ 40 കട തുടങ്ങുമ്പോൾ 40 വീട് ഞാൻ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞു, ഇത് ഞാൻ ഉണ്ടാക്കിയ വീട് എന്ന് പറയുമ്പോൾ തൻ്റെ മനസാക്ഷിയോട് താൻ ചോദിക്കുക, താൻ ഉണ്ടാക്കിയ വീടാണോ എന്നുള്ളത്. അതിൻ്റെ സ്ഥലം, അതിൻ്റെ തറ, ബാക്കിയെല്ലാം കേരളത്തിലെ ഓരോ ജനങ്ങളും അവർ അധ്വാനിച്ച പൈസ ടാക്സ് അടച്ചു കൊടുത്തിട്ട് വന്നിട്ടുള്ളതാണ്, ലൈഫ് മിഷൻ പദ്ധതികളാണ്. അപ്പം അത് അങ്ങനെ പറയണോ അച്ചായ? സ്വന്തം ക്രെഡിറ്റിലേക്ക് വെക്കരുത്. അപ്പം ഞാൻ വീണ്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. ഓക്കെ, ഇത് പറഞ്ഞപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അച്ചായൻ ഞാൻ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്ന ഈ വ്യക്തി എൻ്റെ ചോദ്യങ്ങളുടെ മൂർച്ച കൂടിയെന്ന് കണ്ടപ്പോൾ ഞാൻ അഡ്മിനാണ്, സാറല്ല, ഓക്കെ ബ്രോ, നന്ദി. അയാളെ കാട്ട് കള്ള അങ്ങനെ തന്നെ വിളിക്കുക. തനിക്ക് നാണോ മാനോ ഉണ്ടോ? താൻ പൊട്ടറാണ്. ഈ ഒരൊറ്റ കാര്യം എനിക്ക് മനസ്സിലായി, താൻ പൊട്ടറാണ്. ഇന്നോട് വന്ന് എൻ്റെ അടുത്ത് അച്ഛനും അമ്മയും വിളിച്ചു, ഞാൻ വീട് മേടിച്ചു കൊടുത്താണോ തെറ്റ്, ഞാൻ എൻ്റെ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ച ആൾ ഒറ്റയടിക്ക് എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനില്ലാതെയപ്പോൾ ഞാൻ അഡ്മിനാണ്, സാറല്ല, ഓക്കെ ബ്രോ, നന്ദി. അപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് അടക്കം ഏതോ ഒരുത്തൻ്റെ കയ്യിൽ കൊടുത്തു വെച്ചിട്ടാണോ താൻ പോണത്? അപ്പോൾ തൻ്റെ അറിവില്ലാതെയാണോ എനിക്ക് മെസ്സേജ് അയക്കുന്നത്? അച്ചായ, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മറ്റേ എന്താ പറയുക, അച്ചായനെ കാണുമ്പോൾ സ്തുതി പാടുന്ന, അച്ചായനെ കാണുമ്പോൾ ദൈവാന്ന് വിളിക്കുന്ന ആൾക്കാർ വിശ്വസിക്കും. മനസ്സിലായില്ലേ? 4 നേരം 8ഉം 10ഉം നേരം അധ്വാനിച്ച് തിന്നുന്ന ഒരുത്തനാ ഞാൻ എൻ്റെ ലൈഫിൽ. കാട്ടുകള്ളന്മാരും ഉടായ്പന്മാരെയും കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നേരം കൊണ്ട് സ്കാൻ ചെയ്ത് സ്പോട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇമാതിരി കള്ളത്തരം നാണം ഇല്ലേന്ന് ചോദിക്കാനുള്ളൂ എനിക്ക്. അപ്പം എന്താണെങ്കിലും ഞാൻ പറഞ്ഞു തിരിച്ച്, ഓക്കെ ഒരു കാര്യം ചെയ്യ്, അഡ്മിൻ സാർ അപ്പോൾ പോയി നിൻ്റെ സാറോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ ശരി സാർ എന്ന് പറഞ്ഞിട്ട് പോയി, ചാറ്റിൽ നിന്ന് പോയി. ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓൺലൈൻ മീഡിയയിലുള്ള എൻ്റെ 2-3 സുഹൃത്തുക്കൾ എന്നെ വിളിക്കുന്നത്. അതായത് ഇന്ന് കേരളത്തിലെ നമ്പർ 1 ഓൺലൈൻ ചാനലുകളിലുള്ള 2-3 പേര് ചാനൽ ഓണേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, സായി നമ്മളെ വിളിച്ചിട്ടുണ്ട്, നമുക്ക് സ്ഥിരമായിട്ട് വർക്ക് തരുന്ന ഒരാളാണ്, നമുക്ക് ഇരട്ടി പൈസ കിട്ടാറുണ്ട്, ഞങ്ങൾ പോയി വർക്ക് എടുക്കട്ടെ. ചെയ്തോ, ഒരു വിഷയമില്ല, നിങ്ങൾ ചെയ്തോ. എന്താ ചെയ്യുന്നതിന് പ്രശ്നം? അയാൾക്ക് പറയാനുള്ളത് നിങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയല്ലോ ചെയ്യുന്നത്, നിങ്ങൾ ചെയ്തോ, ഒരു വിഷയമല്ല. തംബ്നെയിൽ ഇടാൻ പറഞ്ഞാൽ തംബ്നെയിൽ ഇട്ടോ, ടൈറ്റിൽ ഇടാൻ പറഞ്ഞാൽ ടൈറ്റിൽ ഇട്ടോ, നിങ്ങൾ എന്ത് വേണേ കാണിച്ചോ. പക്ഷെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു, അച്ചായൻ കൂടുതൽ കിടന്ന് ഞെളിച്ചാൽ അച്ചായനോട് നിങ്ങൾ എത്തിക്കണം. എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് മാത്രമല്ല, ഞാൻ ഇനിയും കാര്യങ്ങൾ ഞാൻ പറയും. ഓക്കെ, എനിക്ക് അച്ചായൻ്റെ സൈഡ് അവിടെ നിങ്ങളുടെ വരണ്ടിയിരുന്നു. അതെനിക്ക് പേഴ്സണലിയും വന്നു. ഇന്നലെ മീഡിയനെ ഇരട്ടി പൈസ കൊടുത്ത് വിളിപ്പിച്ച് അവിടെയും പറഞ്ഞു. പക്ഷെ പറഞ്ഞോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി മെഴുകലായിപ്പോയി അച്ചായ. അപ്പം ഇന്നെ പരിചയമില്ല എന്നുള്ള അച്ചായൻ്റെ വാദം കൊണ്ട് പൊളിഞ്ഞല്ലോ. കളി കൊള്ളാം അച്ചായ. ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ അഡ്മിനാ, ഞാൻ അച്ചായനല്ലോ, ഞാൻ സാറല്ലോ. സ്വയം അഡ്മിനോ സാറാന്നൊക്കെ പറയാൻ തൻ്റെ ഒരവസ്ഥയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ബാക്കിയാണ് ഇതിന്റെ ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾ തന്നെ ചിന്തിക്കാം. 40 ഷോപ്പ് തുടങ്ങി, ഇന്ന് 40ാമത്തെ ഷോപ്പാണ്. 40 ഷോപ്പ് തുടങ്ങി 40 കടയും ഞാൻ പണിതു. ശരിയാണല്ലോ? 40 ഷോപ്പ് പണിതപ്പോ 40 വീട് ഞാൻ പണിത് കൊടുത്തു. 40 വീട് പണിയുമ്പോൾ സ്വാഭാവികമായിട്ട് 2-3 വീടുകൾ തറ പണിത വീടുകളായിരിക്കാം. അപ്പൊ അവരെന്നോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഇതൊന്ന് തീർത്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഉറപ്പായിട്ട് നമ്മൾ തീർത്ത് കൊടുക്കും.
ആ വീട് പണിതപ്പോഴും ഏകദേശം 4.5 ലക്ഷം രൂപയോളം എനിക്ക് ചെലവായിട്ട് അതിന്റെ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അച്ചായ നിങ്ങളതിൽ എഗ്രിമെന്റ് കാണും, നിങ്ങൾ ചിലപ്പോൾ കാശ് കൊടുത്ത് കാണും. ഇല്ലാന്നൊന്നും ഞാൻ ഇവിടെ വന്നിരുന്ന് ബ്ലണ്ടായിട്ട് വിളിച്ച് പറയുന്നില്ല. ഞാൻ ആദ്യ വീഡിയോ ചെയ്ത സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അച്ചായൻ ചിലപ്പോൾ പൈസ കൊടുത്ത് കാണും. ഓക്കെ, അത് ചിലപ്പോൾ ഫർണിച്ചറിനോ വീട് നന്നാക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് കൊടുത്ത് കാണും എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ ചോദിച്ച ചോദ്യം എഗെയിൻ ഈ വീഡിയോനകത്ത് നിങ്ങൾ അതിന് ക്ലാരിറ്റി തന്നില്ല. നിങ്ങൾ പറഞ്ഞത് തറ പണിഞ്ഞു വെച്ചാൽ വീടാവുമോ? അപ്പോൾ ആരെങ്കിലും തറ പറഞ്ഞിട്ട് എന്നെ വിളിക്കും, തറ പണിഞ്ഞു അതുകൊണ്ട് വീട് വേണം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ പോയി പണിഞ്ഞു കൊടുക്കും. ഈ തറയും ഈ സ്ഥലം എവിടെ നിന്ന് എത്തി എന്നുള്ളത് അന്വേഷിക്കണ്ടേ? ഒരു ഗവൺമെന്റ് പ്രൊജക്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കേണ്ടിയിരുന്നു. അതാണ് നാട്ടുകാരുടെ അടുത്തേക്ക് എത്തിക്കേണ്ടത്. ഇല്ലെങ്കിൽ അത് ഗവൺമെന്റ് മുതലെടുക്കില്ലേ? ഇപ്പൊ എന്താ ഈ വിഷയത്തിലുണ്ടായേ? ആ കാലുകൊണ്ട് വയ്യാത്ത അച്ഛനും ആ അമ്മയുള്ള വീട് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് അത് കവർ ചെയ്യാൻ പോയ രജനി ഷേട്ടിന്റെ ചാനലിൽ അവർ കയറിയിരുന്നു പറയുന്നു സർക്കാരിന് നന്ദി. സർക്കാർ ആ ക്രെഡിറ്റ് കൊണ്ടുപോയോ? അച്ചായം വലിഞ്ഞോ? അച്ചായം ഉമ്പിയോ? അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കരുത്. ക്ലാരിറ്റിയിൽ കാര്യങ്ങൾ പറയണം, ജനങ്ങളിലേക്ക് കൃത്യമായ കാര്യങ്ങൾ എത്തിക്കണം. നമ്മുടെ പൈസ എടുത്ത് സർക്കാർ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യുന്നില്ല, അതിന്റെ പിടിപ്പുകേട് എന്തൊക്കെ, അതിന്റെ സക്സസ് റേറ്റ് എന്താന്നൊക്കെ നമ്മൾ അറിയണ്ടേ? അപ്പൊ ഇതിനും കൂടിയാണ് അച്ചായനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ അച്ചായൻ ഈ 10-40 വീട് വെച്ചു കൊടുത്തതിൽ എത്ര വീട് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് വന്നതിൽ അച്ചായൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു എന്നുള്ളതിൻ്റെ ഒരു കണക്ക് അച്ചായൻ പറഞ്ഞി. അത് കൊള്ളാലോ. ഇത് വീട് വെച്ചു കൊടുത്ത് ഞാൻ കംപ്ലീറ്റ് ക്രെഡിറ്റും അടിച്ചു മാറ്റി കൊണ്ടുപോവാണ്, സർക്കാരിനൊന്നും ഞാൻ ഇതിൽ പറയില്ല എന്നുള്ള ഒറ്റ വാശിയോ? ഞാൻ പറയുമ്പോൾ കേസ് എടുക്കണം അച്ചായനെതിരെ. ലൈഫ് മിഷന്റെ ടീം കേസാണ് എടുക്കേണ്ടത്. കാരണം ഒരുമാതിരി ജനങ്ങളെയും ഗവൺമെന്റിനും ഒന്നുമില്ലാത്ത അവസ്ഥയെ കൊണ്ടുപോയി നിർത്തിയില്ലോ. അല്ലെങ്കിൽ അച്ചായൻ കേസ് കൊടുക്ക് ലൈഫ് മിഷനെതിരെ. ഞാനാണ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇതൊന്നും എത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ മിഷനും വേണ്ട പരിപാടിയും വേണ്ട എന്ന് പറ. ഷോപ്പുകൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാം, എനിക്ക് ശത്രുക്കൾ ജൂവലർക്കാരുണ്ട്, എന്റെ ഓപ്പോസിറ്റുള്ള ജൂവലർക്കാർ ഒത്തിരി ശത്രുക്കളുണ്ട്. അവരെന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തിട്ട് വില കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാവാം. എനിക്ക് അത് സാരമില്ല, ഞാൻ അതിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയില്ല. നക്കാപ്പിച്ചയാ? എന്ത് കാശിന് തനിക്കൊരു വിലയില്ലേടേ? നക്കാപ്പിച്ചാന്നൊക്കെ. ഞാൻ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണൻ, ഞാൻ എൻ്റെ റവന്യൂ അടക്കം റിവീൽ ചെയ്ത ഒരാളാണ് യൂട്യൂബിൽ. മനസ്സിലായോ? ഞാനിവിടെ ചന്നം ഭിന്നം വാരി വലിച്ച് പ്രൊമോഷൻ ചെയ്തിട്ടൊന്നുമല്ല എൻ്റെ ചാനലോ എൻ്റെ പെർസ്പെക്റ്റീവ്സോ മുന്നിൽ വെച്ച് കൊണ്ടുപോകുന്നു, എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചെയ്യുന്നത് തെറ്റാണെന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് എൻ്റേതായ എത്തിക്സ് ഉണ്ട്. ഞാൻ ഇന്നേ വരെ ഇവിടെ നിലനിന്ന് ഈ ഒരു സ്റ്റേജ് വരെ, ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ എനിക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും, ഞാൻ ഒരുത്തന്നെയും കൊട്ടേഷൻ വാങ്ങി വീഡിയോ ചെയ്യാറില്ല. എൻ്റെ പെർസ്പെക്റ്റീവ്സ്, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇരുന്നാണ് ഞാൻ സംസാരിക്കാറ്. മനസ്സിലായില്ലേ? എൻ്റെ ഡൗട്ട്സ്, എൻ്റെ ആർഗ്യുമെൻറ്റ്സ്, എൻ്റെ കോൺസ്പിറസീസ്, ഇതാണ് ഞാൻ വെക്കാറ്. പിന്നെ 4 ജ്വല്ലറിക്കാരൊന്ന് നക്കാപ്പിച്ച തരുമ്പോൾ ഞാനത് വീഴാൻ നിൽക്കുകയാണ്. കാരണം നക്കാപ്പിച്ചയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അവിടെ ഞാൻ. എനിക്ക് അങ്ങനെ തോന്നി എന്നെ കണ്ടിട്ട്. എന്നാൽ അത് മാറ്റണം. എന്നാൽ താനോ വേറെ ഏതെങ്കിലും ജ്വല്ലറിക്കാരൻ വന്ന് പർച്ചേസ് ചെയ്താൽ അത് നിന്ന് കൊടുക്കുന്ന ഒരുത്തനോ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഒരുത്തനോ അല്ല സീക്രട്ട് ഏജൻറ്റ്. അതിനൊക്കെ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. സ്വന്തം അധ്വാനിച്ച് തന്നെയാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്. മനസ്സിലായോ? ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് ഭയങ്കര ഈസിയാന്നൊക്കെ പറഞ്ഞു വരുന്നവരോട് അതിനൊക്കെ കൃത്യമായി മറുപടി കൊടുത്ത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് വളരെ കൃത്യമായി വർഷങ്ങളോളം ഈ വീഡിയോയുടെ പരിപാടി കണ്ടിന്യൂസ്ലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ റേറ്റിൽ ചെയ്തിട്ടാണ് ഇന്ന് ഇത്രയും റവന്യൂ വാങ്ങി ഇതേപോലെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നിന്നെപ്പോലുള്ള 4-5 ആൾക്കാരെ നക്കാപ്പിച്ച കിട്ടി ജീവിക്കേണ്ട കാര്യമില്ല. നീ ഇത്രയും ഓടി നടന്ന് PR-ഉം ചെയ്ത് നീ ജ്വല്ലറിയും തുറന്നു വെച്ച് നീ ഉണ്ടാക്കുന്നത് നിൻ്റെ എഫേർട്ട്, നിൻ്റെ ജോബ്, അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. എൻ്റെ ജോബ് റെസ്പെക്ട് ചെയ്തേ പറ്റൂല്ലേ? നീ എൻ്റെ എതിരൊരു ക്ലെയിം ഇട്ടിരുന്നെങ്കിൽ നീ മലപ്പുറത്തേക്കോ? നിന്നെ എൻ്റെ ബാങ്കിൽ ഞാൻ കൊണ്ടുപോകാം അച്ചായനെ. എൻ്റെ ബാങ്കിക്ക് എവിടെന്നെങ്കിലും ഒരു രൂപ കാശ് വന്നിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് തെളിയിക്കുക. അല്ലെങ്കിൽ നിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗോൾഡിൻ്റെ ടീം എനിക്ക് കുറച്ച് കാശ് തന്നു എന്നുള്ളത് നീ തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബാങ്ക് കിടക്കുന്നതും എൻ്റെ അസറ്റ്സ് കൊടുത്ത് എല്ലാം ഞാൻ നീ പറയുന്ന ആൾക്ക് ചാരിറ്റി ചെയ്യും. ഞാൻ കൊടുക്കും, ഫ്രീ ആയിട്ട് കൊടുക്കും. എൻ്റെ ബാങ്ക് ബാലൻസ് മൊത്തം കൊടുക്കും, എൻ്റെ അസറ്റ്സ് കൊടുക്കും, എൻ്റെ വണ്ടി, എൻ്റെ സ്ഥലം, എല്ലാ സാധനവും ഞാൻ കൊടുക്കും. നീ പറയുന്ന ആൾക്ക് ഞാൻ എഴുതി കൊടുക്കും. അങ്ങനെ ഒരു ഗോൾഡിൻ്റെ ടീം എന്നെ കൊണ്ട് പൈസ തന്ന് നക്കാപ്പിച്ച തന്ന് എന്നെ കൊണ്ട് നിനക്കെതിരെ വീഡിയോ ചെയ്യിപ്പിച്ചാന്ന് നീ തെളിയിച്ചാൽ, മനസ്സിലായില്ലേ? പക്ഷെ നിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ തെളിവുകൾ അങ്ങോട്ട് തരാം, അതിന് ഉത്തരം നീ തരണം. അവരെന്നെ വെച്ച് കാശാക്കേണ്ട കാര്യമുണ്ടോ? ഇനിയെങ്കിലും ഈ പാവങ്ങളെ സഹായിക്കുന്നതിന് എതിര് നിൽക്കാതിരിക്കാം. ഈ ജൂവലർക്കാരാണ്, ബാക്കിയുള്ളവരാണ് ഇവരെ കൊണ്ട് നക്കാപ്പിച്ച കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത്, അത് സത്യം. പക്ഷെ എന്തിനാണ് ഇവർക്കൊക്കെ കിട്ടുന്നതുകൊണ്ട് ഇല്ലാതാക്കുന്നത്? പിന്നെ 2-3 വീട് തറകൾ കെട്ടിയിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു, അതിന്റെ പേര് തട്ടിപ്പാന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇതുവരെ സഹായിച്ചത്. ഇനി ഞാൻ ചോദിക്കട്ടെ, 1 രൂപ ഞാൻ ആരോടെങ്കിലും മേടിച്ചിട്ടുണ്ടോ?
എന്റെ വരുമാനത്തിൽ നിന്ന് ചെയ്യുന്നത്. പിന്നെ എന്തിനാ എല്ലാവർക്കും വിഷമം? ഞാൻ ആരോടും മേടിക്കാതെയാണ് ചെയ്യുന്നത്. എന്റെ വരുമാനത്തിൽ നിന്ന് ഞാൻ ചെയ്യുന്നത്. നാളെ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആത്മാർത്ഥമായിട്ട്, ഇത് മാത്രമല്ല, ജപ്തി, അതുപോലെ വീട് പണി, അതുപോലെ വിദ്യാഭ്യാസം, അന്നദാനം ഉൾപ്പെടെ, കല്യാണം, ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ. ഇതിന് നാളെ നിർത്തണമെങ്കിൽ ഇവര് പറഞ്ഞു തന്ന പിള്ളേരുടെ പേര് ഞാൻ നിർത്തുന്ന കാര്യമുണ്ടോ? താനാണ് നിർത്തുമെന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയച്ചു പോകുന്നു. താൻ നിർത്താതിരിക്കുക. താൻ ചെയ്യുന്നത് താൻ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ താൻ ഇപ്പം പറഞ്ഞൊരു കാര്യത്തിൻ്റെ മുകളിൽ ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇയാൾ എന്താ പറഞ്ഞേ? ഞാൻ എൻ്റെ പൈസയ്ക്ക് ചെയ്യുന്നതല്ലേ, ഞാൻ എൻ്റെ കാശിന് ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്താ? അങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം എന്താ? ഞാൻ എൻ്റെ പ്രോഫിറ്റിന് ചെയ്യുന്നതല്ലേ, ഞാൻ വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് മേടിച്ചോ? ഇതാണ് അച്ചായൻ്റെ ചോദ്യം. ഓക്കെ, സോറി. അപ്പോൾ ഈ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ കാണുന്നത് അച്ചായൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു സുഹൃത്തിന് പോയ മെസ്സേജാണ്. അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് പോയ ഒരു 13 വയസ്സുകായ പെൺകുട്ടിയെ ജീവിതം നമ്മൾ അറിയണം. പ്ലാസ്റ്റിക് കൊണ്ട് മേൽമുറി കെട്ടി, മൺഭിത്തി കൊണ്ട് കെട്ടിയ ഒരു കെട്ടിടം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഒരു ചാരിറ്റി ചെയ്തതിനെ കുറിച്ച് ഇങ്ങനെ അവരുടെ സങ്കടാവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് എഴുതിയിട്ടുള്ളത്, പെൺകുട്ടിക്ക് 5 ലക്ഷം രൂപ ധനസഹായം നൽകി. നമ്മൾ ചേർത്ത് പിടിക്കണം ഇവരെ. എല്ലാവരും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. കഴിഞ്ഞ ക്രിസ്മസിന് അയച്ചതാണ്. ഈ അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് പോയ പെൺകുട്ടിക്ക് എക്സ്മസ് സമ്മാനമായി 5 ലക്ഷം രൂപ നൽകി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെസ്സേജ് ഓട്ടോ മെസ്സേജ് ആയിട്ട്, അല്ലെങ്കിൽ ഈ അച്ചായൻ്റെ ഫോളോവർ ലിസ്റ്റിലുള്ളവർക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ റാൻഡമായിട്ട്. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതിൽ നിങ്ങൾ കൃത്യമായി കമൻറ്റ് ചെയ്യണം എത്ര പേര് ഇയാളുടെ പെയ്ഡ് പ്രൊമോഷൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇയാൾ മെറ്റയിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമായിട്ട് ഇയാളുടെ ആഡുകൾ അങ്ങോട്ട് എന്ത് ചെയ്യും, പ്ലേസ് ചെയ്ത് വിടും. ഇയാളുടെ വീഡിയോസ് ബൂസ്റ്റ് ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു ചാരിറ്റിക്ക് വേണ്ടി വീഡിയോ എന്ന് ഒരുത്തരാണെങ്കിൽ ആ പണി കാണിക്കേണ്ട കാര്യമില്ല. ഇവൻ മെറ്റാ സൂട്ട് വെച്ചിട്ട് ഈ സാധനം ബൂസ്റ്റ് ചെയ്ത് വിടും. സിമിലർ കൈൻഡ് ഓഫ് പരിപാടി. ഇവൻ ചെയ്ത പണികൾ ഇവൻ ഈ എഴുതി വെച്ചിട്ട് ഇത് ആളുകൾക്ക് അയച്ചു കൊടുക്കും. ഓക്കെ, ഇത് സാന്തോ എന്ന് പറഞ്ഞുള്ള ഒരു വ്യക്തിക്ക് ഇവൻ അയച്ച മെസ്സേജ് ആ വ്യക്തി എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചതാണ്. ഇനി ഈ സാന്തോ പറയുന്ന ഒരു വോയിസ് കൂടി ഉണ്ട്, അതും കൂടി നിങ്ങൾ കേൾക്കണം. ഇതിൻ്റെ ഇടയിൽ കണ്ടല്ലേ, ഹായ് സാന്റോ, പ്ലീസ് ലെറ്റ് us know how we can help you എന്ന് പറയുമ്പോൾ നമ്മളൊരു തംസപ്പ് അടിയിൽ അടിച്ചിട്ടുണ്ട്. അപ്പം തന്നെ ഗോൾ വരും. കേട്ടല്ലോ, എബ്രോഡുള്ള ആളുകളുടെ അടുത്ത് ഇതേപോലെ മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ അച്ചായൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരെ ഒരു ഹായ് അയക്കുമ്പോൾ ഇതേപോലെ ചാരിറ്റി ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞുള്ള ഒരു സ്ക്രീൻ അയക്കും. ആ ആഴ്ചയിൽ നമ്മൾ എന്തെങ്കിലും റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ അപ്പം തന്നെ കോൾ ചെയ്യുന്നു ഇയാളുടെ ബാക്ക് എൻഡ് ടീം. ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന രീതി നിങ്ങളത് ആലോചിച്ച് നോക്ക്. അച്ചായൻ്റെ ബാക്ക് എൻഡ് ടീം വിളിച്ചിട്ട് അടുത്ത ചോദ്യം ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു ചാരിറ്റി ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യാനുണ്ടോ? ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും എബ്രോഡുള്ള ആളുകൾ നിങ്ങൾ പറയാൻ പഠിക്കേണ്ട. അച്ചായന് നിങ്ങൾ ഇതേപോലെ ഈ ഷാൻഡോ പറഞ്ഞ പോലെ ഏതെങ്കിലും പ്രൊജക്റ്റിന് നിങ്ങൾ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു. കാരണം ഇയാൾ പച്ചയ്ക്ക് മീഡിയേൻ്റെ മുന്നിൽ പറയുന്നത് ഇയാളെ പ്രോഫിറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഇയാളെ പോക്കറ്റിൽ നിന്ന് എടുത്ത കാശ് മാത്രമേ ഇയാൾ കൊടുക്കണേന്നാണ്. എൻ്റെ അറിവിൽ അതല്ല, മനസ്സിലായോ? എൻ്റെ അറിവിൽ അതല്ല. അയാൾ ഇതേപോലെ ഫേസ്ബുക്കിൽ ഇതേപോലെ മെസ്സേജുകൾ അയച്ച്, ഈ ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കുന്നതിൻ്റെ കോമഡി വിറ്റ് വേറൊരു ഐറ്റം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. തിയേറ്ററിൽ, സിനിമ തിയേറ്ററിൽ ഈ ചെങ്ങായിൻ്റെ പ്രമോഷൻ, ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ വയ്ക്കുന്നത്. ഒരു പയ്യൻ എനിക്ക് മെസ്സേജ് അയച്ചതാണ്. ഹായ് സായി ബ്രോ, ഐ ആം ഫ്രം കോട്ടയം. Once I go to theater on Kottayam district, they play some advertisement on there. It's natural. But when the advertisement of Achayan's Gold, literally, they shown a charity video there for promotion. I'm not against his charity programs, but I really hesitate to see the portrayed people like this for his content or advertisement for his shop. I am deeply feel sad on this. അതായത് ഒരു വ്യക്തി തിയേറ്ററിൽ, കോട്ടയത്ത് ഒരു തിയേറ്ററിൽ പോയ സമയത്ത് തിയേറ്ററിൽ ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാമല്ലോ നമുക്ക്, ഈ ആ ലൊക്കാലിറ്റിയിലുള്ള. ഇപ്പോൾ കോട്ടയത്താണെങ്കിൽ കോട്ടയം ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾക്ക് തിയേറ്ററിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാം. കാരണം അവിടുന്ന് വരുന്ന ക്രൗഡിനെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ പബ്ലിസിറ്റിക്ക് പ്രൊമോഷനാണ്. അച്ചായൻസ് ഗോൾഡിൻ്റെ കോട്ടയത്ത് ഉള്ള ഈ പറഞ്ഞ തിയേറ്ററിൽ പ്ലേ ചെയ്ത അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ചാരിറ്റി വീഡിയോ ആണ്. അപ്പോൾ ഇവൻ ഈ ചാരിറ്റി വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ലിറ്ററലി ഇവൻ്റെ സ്ഥാപനത്തിൻ്റെ പബ്ലിസിറ്റി. നിങ്ങളൊന്ന് ആലോചിക്കും, ഇവൻ്റെ മൈൻഡ് സെറ്റ് ആലോചിച്ചോ നിങ്ങൾ? ഈ അച്ചായൻ്റെ ഇവൻ ഈ ചാരിറ്റി വീഡിയോ, ദൈവം തരുന്നു, ദൈവം ചെയ്യുന്നു, ദൈവം ഇങ്ങനെ തരുന്നു, ഞാൻ ഇങ്ങനെ കൊടുക്കുന്നു, എൻ്റെ കയ്യിലുള്ളതുകൊണ്ടല്ലേ കൊടുക്കുന്നേ. നീ കൊടുത്തോ, പക്ഷെ നീ എന്തിനാ അത് ഓൾറെഡി നീ പബ്ലിസിറ്റിയാണ് ചെയ്യുന്നത്. കുട്ടികളെ വെച്ച് വരെ വീഡിയോ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിനക്ക്, ഞാൻ പറയുന്നില്ല, സുവമോട്ടോ അടക്കം നിനക്ക് കിട്ടാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. അങ്ങനെയൊന്നും ആരും പോവാത്ത നിൻ്റെ ഭാഗ്യ അച്ചായ.
ആ വഴിക്ക് ഇനി ആരെങ്കിലും കയറി കഴിഞ്ഞാൽ നീ അതും നീ ലോക്കാം. അതുപോലും നീ ബ്ലർ ചെയ്യുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതേപോലെ ചാരിറ്റി വീഡിയോസ് എടുത്തിട്ട് നീ നിന്റെ മറ്റേ അച്ചായൻസ് ഗോൾഡിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണല്ലോ ഈ വീഡിയോസ് യൂസ് ചെയ്യുന്നത്. എഗെയിൻ ഞാൻ പറയുന്നു, ഇതെനിക്ക് ഒരു വ്യക്തി അയച്ചതാണ്. ഇതേപോലെ ആരെങ്കിലും ഈ അച്ചായൻസ് ഗോൾഡിൽ ഇതിന്റെ പരസ്യം തിയേറ്ററിൽ കോട്ടയത്ത് ഭാഗത്തും കണ്ടവരുണ്ടെങ്കിൽ യു ക്യാൻ കോണ്ടാക്ട് മീ. മനസ്സിലായോ? എന്താണവൻ? അടുത്ത് നോക്കാം. കോടിക്കണക്കിന് ജനങ്ങളെല്ലാം സ്നേഹിക്കുന്നില്ലേ. പിന്നെ ഇവർക്കൊക്കെ ഭക്ഷണം കഴിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എന്റെ നാട്ടിൽ 400 പേർക്ക് അന്നദാനം കൊടുക്കാം. അവർക്ക് വന്ന് അവിടെ വന്ന് സൂക്ഷ്മമായിട്ട് കഴിച്ചിട്ട് പോകാം. അതിന്റെ പേര് എന്നെ ഉപദ്രവിക്കാൻ വരണ്ട. കാരണം എന്തിനാ? ഞാൻ ഒന്നും ചെയ്തില്ല. ഞാനൊരു രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കുന്നില്ല. ഒരാൾക്ക് എതിരായിട്ട് ഞാൻ നിൽക്കുന്നില്ല. ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല ഇന്ന് വരെ. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ എന്റെ ജീവിച്ചു പൊക്കോട്ടെ എന്റെ വഴിയെ. എനിക്ക് ദൈവം തരുന്നത് കൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് കൊടുക്കുന്നുണ്ട്. ദൈവം തരുന്ന ഇന്ന് വരെ ഞാൻ മാക്സിമം ഞാൻ പാവം കൊടുക്കാനേ നോക്കിയിട്ടുള്ളൂ. അവരെ ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ? ഇനിയും ചെയ്യാനല്ല കുറെ കാര്യം നമുക്ക് ചെയ്യണ്ടേ. ഞാൻ പൊക്കോട്ടെ എന്റെ വഴിയെ. അവരെ എന്തിനാ വെറുതെ എത്രയോ പേരെ വിമർശിക്കാനുണ്ട്. എന്നെ എന്തിനാ വിമർശിക്കുന്നത്? അയ്യോ, ദൈവമാണല്ലോ. നമ്മുടെ ദൈവങ്ങൾ അവരെ വിമർശിക്കുകയാണ്. പിന്നെയാണ് അച്ചായനെ വിമർശിക്കുക. പിന്നെ അന്നദാനം കിട്ടിയാൽ കഴിക്കും, ഒരു വിഷയവുമില്ല, ഭക്ഷണമാണ്. അങ്ങനെ അതിനൊരു മോശക്കാരനായിട്ടോ അല്ലെങ്കിൽ ഒരു മോശക്കേടായിട്ടോ അല്ലെങ്കിൽ അന്നദാനം എന്തോ ഒരു അങ്ങനെ നമ്മൾ കാണൂലേ. കിട്ടിയാൽ കഴിക്കും. മനസ്സിലായോ? ഇപ്പം നിന്നെ വിറ്റ് അരി ഉണ്ടാക്കുന്നു പറഞ്ഞു. നീ ആ പാവങ്ങളെ വിറ്റിട്ടാണ് അരി ഉണ്ടാക്കുന്നത്. കള്ളപ്പെടുക. നിന്നെ വിറ്റ് അരി ഉണ്ടാക്കുന്നു എന്നുള്ള വർത്താനം പറയുന്നത്. ആ പാവങ്ങളെ കണ്ണീര് വിറ്റിട്ടുണ്ടാക്കുന്നതൊന്നും ഓരൊരു വിഷയമല്ല. എന്നിട്ട് ഇതിനാണോ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്നലെ എനിക്ക് മെസ്സേജ് അയക്കുന്നതിന് മുമ്പ്, ഇന്നലെ രാത്രി മീഡിയയ്ക്ക് ബൈറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഇവൻ്റെ കമൻറ്റ് ബോക്സിൽ സാധാരണ നിങ്ങൾ പോയി നോക്കിയാൽ ഈ അച്ചായൻ്റെ കമൻറ്റ് ബോക്സ് ഫുള്ള് പോസിറ്റീവാണ്. അല്ലെങ്കിൽ നിങ്ങളിട്ട സ്ക്രിപ്റ്റിലേക്ക് നിങ്ങൾ ഇവരെ കൊണ്ടുവരുന്നു. മനസ്സിലായോ? നിങ്ങളൊരു സ്ക്രിപ്റ്റ് ഇടുന്നു, അവിടെ ചെല്ലുന്ന സമയത്ത് ഇവർക്കൊക്കെ അവസ്ഥകളുണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ചെയ്ത ഓരോ വീഡിയോയിലുള്ളവർക്കും ഓരോ ലൈഫിലെ അവസ്ഥ പറയാനുണ്ടാവും. ഓരോ അവരുടെ ദാരിദ്ര്യാവസ്ഥ, ദുർഗതി ഒക്കെ പറയാനുണ്ടാവും. അവർക്ക് കാശും ആവശ്യമുള്ളവരായിരിക്കും, സഹായം ആവശ്യമുള്ളവരായിരിക്കും. പക്ഷെ നിങ്ങൾ അവിടെ ചെന്ന് ഇടുന്ന സ്ക്രിപ്റ്റ് അതൊരുമാതിരി സിനിമ, ഇവിടുത്തെ സിനിമ എന്നും പറയാൻ പറ്റില്ല, നാടകം എന്നും പറയാൻ പറ്റില്ല. ആളെ പറ്റിക്കാൻ വേണ്ടി എഴുതുന്ന ഒരു ഐറ്റമായി മാറ്റരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം ഇത് കാണുന്ന ജനങ്ങൾ, ഇവരെ കാണുന്നത്, നിങ്ങൾ ഈ വീഡിയോയിൽ കൊണ്ടുവരുന്ന ആളുകളെ അറിയുന്ന ആളുകൾ ചുറ്റുപാടിലും ഉണ്ട് ഒരുപാട്. മനസ്സിലായില്ലേ? അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ ഭാഗങ്ങൾക്കാണ് വീണ്ടും പ്രശ്നം പറ്റുക. കാരണം നാട്ടിൽ ഇവരവസ്ഥകൾ അറിയാവുന്ന അല്ലെങ്കിൽ കുടുംബത്തിലെ അവസ്ഥകൾ അറിയാവുന്നവരുണ്ടാവും. എക്സാജുറേറ്റ് ചെയ്ത് ഇവരെ കൊണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ ഇങ്ങനെ പറയിപ്പിച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ അഭിനയിപ്പിച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങൾ പൈസയും കൊടുത്തിട്ട് പോകും. നിങ്ങൾ കൊടുക്കുന്നത് എത്ര? 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം. ചിലപ്പോൾ അവർക്ക് അതിലും ഇരട്ടി കടമുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ അവർ ജീവിതം മുന്നോട്ട് പോകില്ല. നേരത്തെ ലൈഫ് പദ്ധതിയിൽ വീട് നിങ്ങൾക്ക് ഈ 2-3 ലക്ഷം കൊണ്ട് തീരുമോ, 4 ലക്ഷം കൊണ്ട് തീരുമോ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഈ അച്ചായൻ്റെ അവസ്ഥ. ഇയാളൊരു വീഡിയോ ഇടുന്നു, ഒരു ഇത്ര പൈസ കൊടുക്കുന്നു, പോകുന്നു. പിന്നെ അവരെ ബാക്കപ്പ് എന്താ? അവരത് എന്ത് ചെയ്യുന്നു? അവരതിൽ രക്ഷപ്പെട്ടോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ വ്യക്തി പറഞ്ഞ മെയിൻ പോയിന്റ്, ചെയ്യുന്ന വീഡിയോയിലൊക്കെ ബാങ്ക് അക്കൗണ്ട് ആ വീട്ടുകാരത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് എത്ര പണം വന്നു, കൃത്യമായി എത്ര പണം വന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ഇൻഫ്ലോ ഉണ്ടോ അതിനകത്ത്, ആ ഇൻഫ്ലോയിൽ നിന്ന് ഇവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ജെനുവിനായിട്ടുള്ള ചോദ്യം, സംശയമല്ലേ? നാട്ടുകാർ ചോദിക്കില്ലേ? അപ്പം ഇതിനൊക്കെ അച്ചായന് ഉത്തരം പറയാനുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. ഞാൻ പറയല്ലോ വന്നിട്ട് അച്ചായനോട് ചാരിറ്റി നിർത്താനോ, അച്ചായൻ ചാരിറ്റി ചെയ്യേണ്ടതെന്നോ, പാവങ്ങളെ സഹായിക്കേണ്ടതെന്നോ ഞാൻ പറയുന്നില്ല. ഞാൻ ഈ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾക്ക് അച്ചായന് ഉത്തരം ഉണ്ടോ? ഉണ്ടെങ്കിൽ അച്ചായൻ, ഞാൻ പറഞ്ഞല്ലോ മലപ്പുറത്തേക്ക് വന്നോ, നേരത്തെ അന്നദാനം പറഞ്ഞില്ലേ, ഞാൻ ബിരിയാണി മേടിച്ചു തരാം. കാരണം ഞാൻ അന്നദാനം ഒന്നും ചെയ്യാറില്ല. ഞാൻ എൻ്റെ നാട്ടിൽ വരുന്നവർക്ക് ബിരിയാണി മേടിച്ചു കൊടുക്കല്, നല്ല ബിരിയാണി മേടിച്ചു തരാം. അച്ചായനും ഞാനൊരു ബിരിയാണിക്ക് കഴിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ കണ്ട് ഞാനൊന്ന് ബോധ്യപ്പെടട്ടെ. ഇല്ലെങ്കിൽ അച്ചായനൊരു പബ്ലിക്കായിട്ട് എന്ത് ചെയ്യും, ഇതേപോലെ ഈ പൈസ കൊടുത്ത് വ്ളോഗർമാരെ വിളിച്ച് അല്ലെങ്കിൽ പൈസ കൊടുത്ത് മറ്റേ ഇവരെ ഓൺലൈൻ ചാനൽസിനെ വിളിച്ചിട്ട് കാര്യമില്ല അച്ചായ. അവർ ആ കാശ് വാങ്ങി ആ ടൈമിലെ പണിയെടുക്കും. കമൻ്റ് ഇടുന്നവരും പൈസ വാങ്ങി ആ ടൈമിലെ പണിയെടുക്കും. അത് കഴിഞ്ഞാൽ അവർ പോകും, ആ കാശിൻ്റെ കഴിഞ്ഞാൽ അവർ പോകും. അതല്ലാതെ ഒരു പത്രസമ്മേളനം വിളിച്ച് തനിക്ക് കൊടുക്കാനുള്ള ക്ലാരിറ്റി ഒക്കെ താൻ കൊടുക്ക്, വിത്ത് പ്രൂഫ് കൊടുക്ക്. ഈ ബിരിയാണി ചേച്ചീൻ്റെ കഥയൊക്കെ താൻ പറ്റിക്കപ്പെട്ടതാണോ, അതോ താൻ നാട്ടുകാരെ പറ്റിച്ചതാണോ, തന്നെ അവർ പറ്റിച്ചാണോ എന്നുള്ളതിന് തനിക്കൊരു ക്ലാരിറ്റി വേണം. മനസ്സിലായില്ലേ? അതാദ്യം ഒന്ന് ആ ക്ലാരിറ്റി ഒന്ന് ഉണ്ടാക്കി കാണിച്ചു. എന്നിട്ട് മതി ഞാൻ ദൈവം തരുന്നതല്ലേ കൊടുക്കുന്നത്, ഞാൻ നിർത്തണോ? ഇവിടുത്തെ ഏറ്റവും സീൻ എന്താ അറിയുമോ? ഇതേ വന്നിട്ട് BGM ഇട്ടിട്ട് ചാരിറ്റി ഓളികളെ കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ കൈ നീട്ടി നിൽക്കുക. ഇപ്പോഴത്തെ അവസ്ഥ ഇതിൽ നല്ലതാരാ, ചീത്തയാരാ, പറ്റിക്കുന്നതാരാ, നല്ലവനാരാന്നൊന്നും മനസ്സിലാവുന്നില്ല. അത്രയും കൺഫ്യൂസ്ഡ് ആണ് നാട്ടുകാർ. ഇതിനൊക്കെ ഒരു പരിധി വരെ ഇവിടുത്തെ ഗവൺമെൻറ് സിസ്റ്റത്തിനും കുറ്റം പറഞ്ഞാൽ മതി. കാരണം ആളുകൾക്ക് എത്തേണ്ടതായിട്ടുള്ള സഹായങ്ങൾ കൃത്യമായിട്ട് എത്താത്തത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉള്ളത്.
ഓക്കെ. അപ്പം എന്താണെങ്കിലും അച്ചായന് ആവശ്യത്തിനുള്ള ചോദ്യങ്ങൾ ഞാൻ തന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അച്ചായൻ പറഞ്ഞതിനുള്ള ഉത്തരവും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അച്ചായൻ അറിയാത്ത, അച്ചായന് എവിടെയും കണ്ട് പരിചയമില്ലാത്ത, അച്ചായൻ ആരാന്ന് പോലും അറിയാത്ത ഒരാളുടെ അടുത്ത ചോദ്യങ്ങൾക്ക് അച്ചായൻ വേറെ എവിടെയെങ്കിലുമൊക്കെ ഉത്തരം പറയുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്കുള്ള സംശയമൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോ.